ഇന്ന് മലയാളത്തിന്റെ മഹാനടൻ സലീം കുമാർ മരണപ്പെട്ട ദിവസമാണ്. 90-2000 കാലഘട്ടങ്ങളിലെ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാകും, തമാശകൾ കൊണ്ടും അഭിനയം കൊണ്ടും അത്രയധികം രസിപ്പിച്ച ഒരു നടനില്ലാന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുമായിട്ട് നിൽക്കുമ്പം നമ്മളൊക്കെ വളരെ വിഷമത്തോടെ കണ്ടൊരു കാഴ്ച. സ്വന്തം അച്ഛൻ മരണപ്പെട്ട് കിടക്കുമ്പോഴും ഒരു മകന് ഓൺലൈൻ മാധ്യമങ്ങളുടെ നേരെ കൈ ചൂണ്ടിയിട്ട് മാറി നിൽക്കടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓൺലൈൻ മാധ്യമ കോമാളികൾ കാണിച്ച ചില അലമ്പത്തരം കാണുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. നമ്മൾ സിനിമാ മേഖലയിലുള്ള പലരും മരണപ്പെട്ടപ്പോഴും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ കോമാളികൾ കാണിച്ച കോമാളിത്തരങ്ങൾ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, വാട്ട്സ് ഹെൽ ഈസ് റോങ് വിത്ത് യു ഗൈസ്. ഇപ്പോഴും ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ? ഈ തരത്തിൽ പിടിക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? എന്താ അച്ഛൻ നഷ്ടപ്പെട്ട് സങ്കടത്തിൽ നിൽക്കുന്ന മകന് ഈ തള്ളിക്കയറി വരുന്ന മീഡിയക്കാരോട് മാറി നിൽക്കണം അതിൻ്റെ മക്കളെ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിലപ്പുറത്തേക്ക് അദ്ദേഹത്തെ നിങ്ങൾ അത്രയധികം ടോർച്ചർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളുടെ ഈ ഭ്രാന്തിന് ഈ നീലക്കുയിൽ എന്നൊക്കെ പേരിട്ട ചില ചാനലുണ്ടല്ലോ, അവരൊക്കെ ദേ ഹാവ് സീറോ എമ്പതി, ദേ അബ്സല്യൂട്ട്ലി നോ ബേസിക് മാനർ. ഈ വീട്ടുകാർ നെഞ്ചു പൊട്ടി കരഞ്ഞു നിൽക്കുന്ന സമയത്തേക്ക് അവരുടെ മൂക്കിൻ്റെ തുമ്പിലേക്ക് മൈക്കും ക്യാമറയും ചൂണ്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? ആർ യു ഗൈസ്, യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മരണവീടാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു റിയാലിറ്റി ഷോ ഒന്നുമല്ല. ഇനിയും സിനിമാ മേഖലകളും സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരൊക്കെ മരണപ്പെടും, ഇനിയും ഇവന്മാർ കയറി വരും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവന്മാരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം. വീട്ടുകാരും നാട്ടുകാരും പോലീസ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട്